എല്ലാ കുട്ടികൾക്കും തക്ഷശിലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ +1 കെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഇപ്പോൾ കുറച്ച് ക്ലാസ് നമ്മുടെ കഴിഞ്ഞു അല്ലേ? പേരെല്ലാവരും മറന്നുപോയി കാണുമോ? ഇല്ലല്ലോ, ഓർമ്മയില്ലേ? എന്തായിരുന്നു? സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇതാണ് അല്ലേ? ഓർമ്മയുണ്ടല്ലോ, സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചത് എന്തൊക്കെയായിരുന്നു? എല്ലാവരും മറന്നുപോയോ? നമുക്കെല്ലാം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ബാക്കി നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നമ്മൾ കെമിസ്ട്രിയുടെ ബേസിക് കൺസെപ്റ്റ് ആണെന്ന് നമുക്ക് ആ ചാപ്റ്ററിന്റെ ആ പേരിൽ തന്നെ നമുക്ക് വ്യക്തമാണ് അല്ലേ? ബേസിക് കൺസെപ്റ്റ് ആണ് കെമിസ്ട്രിയുടെ. അതിനകത്ത് നമ്മൾ കെമിസ്ട്രി എന്താണെന്ന് പറഞ്ഞു അല്ലേ? എന്താണ്? സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ്. അത് എന്തിന്റെ സ്റ്റഡി ആയിരുന്നു? കെമിസ്ട്രി എന്ന് പറയുന്നത് മാറ്ററിന്റെ സ്റ്റഡി ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? മാറ്ററിന്റെ സ്റ്റഡിയാണ്. അപ്പൊ ഇനി ആ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? എനിത്തിങ് ദാറ്റ് ഹാവ് മാസ് ആൻഡ് ഒക്കുപ്പൈ സ്പേസ്. ഈ ഒക്കുപ്പൈ സ്പേസ് എന്ന് പറയുന്നത് വോളിയം ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഏതൊരു വസ്തുവിനും മാസ് വോളിയം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റർ ആയിട്ടാണ് പറയുന്നത്. നമ്മളൊരു മാറ്റർ ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? നമ്മളൊരു മാറ്റർ ആണ്. അങ്ങനെ മാസ് വോളിയം ഉള്ള എന്തൊരു വസ്തു മാറ്റർ ആണ്. പിന്നെ നമ്മൾ കെമിസ്ട്രിയുടെ കുറച്ച് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കെമിസ്ട്രി എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് മെഡിസിൻസ്. ഇനി അങ്ങോട്ട് പോകും തോറും നമ്മുടെ ലൈഫിൽ ഒരുപാട് അത്യാവശ്യമാണ് മെഡിസിൻസ് അല്ലേ? കാരണം ഒരുപാട് ഡിസീസസ് ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് മെഡിസിൻസ്, അത് കെമിസ്ട്രിയാണ്. അപ്പം നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ലൈഫിൽ കെമിസ്ട്രി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? മാറ്റർ എന്താന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കുറേ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു അല്ലേ? ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലേ? പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു നമ്മൾ. അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ അപ്പോൾ എന്തൊക്കെയായിരുന്നു? ഫിസിക്കൽ ക്ലാസിഫിക്കേഷനും ഉണ്ട്, കെമിക്കൽ ക്ലാസിഫിക്കേഷനും ഉണ്ട്, അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ക്ലാസിഫിക്കേഷനും ഉണ്ട്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷന് നമ്മൾ 3 എണ്ണാന്ന് പറഞ്ഞു അല്ലേ? എന്തൊക്കെയായിരുന്നു? സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട് അല്ലേ? അപ്പോൾ എന്തായിരുന്നു സോളിഡ് എന്ന് പറയുന്നത്? സോളിഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഷേപ്പും കാണും, വോളിയവും കാണും അല്ലേ സോളിഡിന്? അതെങ്ങനെയായിരിക്കും? അതിനകത്തെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്ലോസ്ലി സ്പേസ്ഡ് ആയിരിക്കും. നമ്മളപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു തന്നല്ലേ? സോളിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇങ്ങനെ ഒരു ബീക്കർ എടുത്തു കഴിഞ്ഞാൽ അതിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ക്ലോസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ താഴെയും പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? അങ്ങനെ ചുറ്റും പാർട്ടിക്കിൾസ് ഉണ്ട്. എന്തായിരിക്കും? അതിനൊരു ഫിക്സഡ് ഷേപ്പ് ആയിരിക്കും. ഇപ്പൊ ഈ ബീക്കറിൽ ആണെങ്കിൽ ആ ബീക്കറിന്റെ ഷേപ്പ് ആയിരിക്കും, ഒരു ഫിക്സഡ് ഷേപ്പും ആയിരിക്കും, അതിൻ്റെ ഒരു വോളിയം കാണും. പാർട്ടിക്കിൾസ് ക്ലോസ്ലി സ്പേസ്ഡ് ആയിരിക്കും. അതിനോട് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? മൂവബിൾ അല്ല, മൂവ് ചെയ്യില്ല അല്ലേ? അതുകൊണ്ട് തന്നെ അതെന്താണ്? കംപ്രസിബിൾ അല്ല, നോട്ട് കംപ്രസിബിൾ ആണ്. സോളിഡ് നോട്ട് കംപ്രസിബിൾ ആണ്. പിന്നെന്താണ് പറയുന്നത്? സോളിഡിന് ഫിക്സഡ് ഷേപ്പ് ആണ്, വോളിയം ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഫ്ലൂയിഡിറ്റി കാണുമോ സോളിഡിന്? സോളിഡിന് ഫ്ലൂയിഡിറ്റി ഇല്ല, കാൺ ഫ്ലോ, അത് ഫ്ലോ ചെയ്യില്ല. പിന്നെന്താണ്? അത് റിജിഡ് ആയിരിക്കും, പിന്നെ ഹാർഡും ആയിരിക്കും. അപ്പം നമ്മൾ സോളിഡിന്റെ കാര്യം പറഞ്ഞു അല്ലേ? ഇത് സോളിഡ്. ഇനി ലിക്വിഡ് എങ്ങനെയായിരിക്കും? ലിക്വിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡിൽ എങ്ങനെയായിരിക്കും? നോട്ട് ക്ലോസ്ലി സ്പേസ്ഡ് അല്ലേ? ഇടയ്ക്ക് സ്പേസസ് ഉണ്ട് അല്ല? ഓരോ പാർട്ടിക്കിൾസ് തമ്മിൽ എന്താണ്? സ്പേസസ് ഉണ്ട്. ഇത്
അല്ലേ? അപ്പം എന്താണ് അതിനൊരു എന്തായിരിക്കും, ഒരു ഫിക്സഡ് ഷേപ്പ് കാണില്ല, പക്ഷെ വോളിയം ഫിക്സ്ഡ് ആയിരിക്കും അല്ലേ? നമ്മളൊരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തു കഴിഞ്ഞാൽ വെള്ളം എന്താണ്, വാട്ടർ എന്താണ്, ലിക്വിഡാണ്. അപ്പോൾ നമ്മളൊരു വാട്ടർ ഒരു ബീക്കറിൽ എടുത്തു കഴിഞ്ഞിട്ട് എന്തായിരിക്കും, അത് ഏതൊരു ബീക്കറിലാണോ എടുക്കുന്നത് ആ ഷേപ്പ് ആയിരിക്കും അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഒരു സിലിണ്ടറിൽ എടുത്താലും അല്ലെങ്കിൽ ഒരു ബോട്ടിലിൽ എടുത്താലും എന്തായിരിക്കും അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, അത് ഏത് ഒബ്ജക്റ്റിലാണോ എടുത്തത് ആ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് ആയിരിക്കും അത് അറ്റൈൻ ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ വോളിയം എന്തായിരിക്കും, നമ്മൾ എത്രയാണോ എടുത്തത് വാട്ടർ ആ വോളിയം തന്നെ ആയിരിക്കും. അത് ഇനി ഒരു വെസലിൽ എടുത്താലും അല്ലെങ്കിൽ ഒരു സിലിണ്ടറിൽ എടുത്താലും അല്ലെങ്കിൽ ഒരു ബോട്ടിലിൽ എടുത്താലും എന്തായിരിക്കും, വോളിയം ഫിക്സ്ഡ് ആയിരിക്കും. പക്ഷെ ഷേപ്പ് നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിനനുസരിച്ച് അത് വേരി ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എന്താണ്, സോളിഡ്, ലിക്വിഡ്, പിന്നെ ഗ്യാസ് അല്ലേ? 3 എണ്ണമാണുള്ളത്. അപ്പം ഗ്യാസ് എങ്ങനെയായിരിക്കും, ഗ്യാസ് എങ്ങനെയായിരിക്കും, ഗ്യാസ് എങ്ങനെയാ, വളരെ അകലമായിരിക്കും അല്ലേ പാർട്ടിക്കിൾസ് തമ്മിൽ. ഗ്യാസ് എന്ന് പറയുമ്പോൾ അതിനൊരു ഫിക്സഡ് ഷേപ്പും ഇല്ല വോളിയവും ഇല്ല അല്ലേ? ഒരു ഫിക്സഡ് ഷേപ്പും ഇല്ല വോളിയവും ഇല്ല. പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്, നോട്ട് ക്ലോസ്ലി സ്പേസ്ഡ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇതെന്താണ്, നമുക്കിതിനെ കംപ്രസ് ചെയ്യാൻ പറ്റും അല്ലേ? കംപ്രസ് ചെയ്യാൻ പറ്റും, നമുക്ക് എയറിനെ കംപ്രസ് ചെയ്യാൻ പറ്റും അല്ലേ? ഗ്യാസ് എന്ന് പറയുമ്പോൾ നമുക്കത് എയർ എടുക്കാം അല്ലെ? പല ഗ്യാസസ് ഉണ്ട് നമ്മുടെ എന്താ അറ്റ്മോസ്ഫിയറിൽ. ഇപ്പോൾ ഓക്സിജൻ ഉണ്ട് അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട് അല്ലേ, ഗ്യാസസ് ഉണ്ട്. അപ്പോൾ നമുക്കത് കംപ്രസിബിൾ ആണ്. പക്ഷെ അതിന് ഫ്ലൂയിഡിറ്റി ഉണ്ടോ, അത് ഫ്ലോ ചെയ്യുമോ? അത് ഫ്ലോ ചെയ്യും അല്ലേ, അതിന് ഫ്ലൂയിഡിറ്റി ഉണ്ട്. സോളിഡ് മാത്രമാണ് ഫ്ലൂയിഡിറ്റി ഇല്ലാത്തത്, ബാക്കി ലിക്വിഡും ഗ്യാസും ഫ്ലൂയിഡിറ്റി ഉണ്ട് അതിന്. അപ്പം നമ്മൾ ഇത്രയായിരുന്നു ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ്, കെമിക്കൽ ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് എങ്ങനെയാണ്, 2ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. എന്തൊക്കെയായിരുന്നു, പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും ആയിരുന്നു അല്ലേ? ഈ പ്യുവർ സബ്സ്റ്റൻസിനെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തു, എന്ത്, എലമെന്റ്സും കോമ്പൗണ്ട്സും ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ എലമെന്റ്സ് എന്താണ്, കോമ്പൗണ്ട്സ് എന്താണ്? എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി 1 ടൈപ്പ് ഓഫ് ആറ്റം അല്ലേ? ഒരു ടൈപ്പ് ഓഫ് ആറ്റം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എലമെന്റ്സ് എന്ന് പറയുന്നു. കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ 1 ടൈപ്പ് ഓഫ് ആറ്റംസ് ആയിരിക്കും അല്ലേ? അതാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി എന്താണ് മിക്സ്ചർ എന്ന് പറയുന്നത്? മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, മെയ്ഡ് അപ്പ് ഓഫ് മോർ ദാൻ 1 ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആണത്. മറ്റേത് ആറ്റം ആയിരുന്നു അല്ലേ, ഇത് സബ്സ്റ്റൻസ് ആണ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ മിക്സ്ചേഴ്സിനെ നമ്മൾ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്, ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഉണ്ട്, ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഹോമോ എന്നുള്ള പേരിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എന്താണ്, സെയിം ആണ് അല്ലേ? ഹെട്രോ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആണ് അല്ലേ, വേർഡ് മീനിങ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് ഹോമോജീനിയസ് എന്താണ്, ഹെട്രോജീനിയസ് എന്താണെന്നുള്ളത് നോക്കാം. ഹോമോജീനിയസ് എന്ന് പറയുന്നത് എന്താണ്, substance, more than 1 type of substance are mixed and cannot be separated by physical separation. നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചേഴ്സിനെ നമ്മൾ കുറച്ച് മോർ ദാൻ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ പിന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫിസിക്കൽ സെപ്പറേഷൻ വെച്ച് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെയാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് എക്സാമ്പിൾ എന്തൊക്കെ പറയാം ഹോമോജീനിയസിന്? കഴിഞ്ഞ പഠിച്ചതല്ലേ, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? എന്തൊക്കെയായിരുന്നു നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞത് ഹോമോജീനിയസിന്? എന്താണ് ഹോമോജീനിയസ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? NaCl അല്ലേ? NaCl
വാട്ടറായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നു C6H12O6 അത് വാട്ടറായിട്ട് ആഡ് ചെയ്യുന്നു അല്ലേ. C6H12O6 എന്താണ് ഗ്ലൂക്കോസ് ആണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ വാട്ടറായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? NaCl എന്ന് പറഞ്ഞാൽ ഷുഗർ ആണല്ലേ, സോറി സോൾട്ട് ആണ്. അപ്പോൾ നമുക്ക് സോൾട്ടിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഫിസിക്കൽ സെപ്പറേഷൻ വരെ നമ്മൾ കുറച്ച് വെള്ളം എടുത്തു, അതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തു അല്ലേ, സോൾട്ട് ആഡ് ചെയ്തു. നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമോ? ഇല്ല. നമുക്കതിനെ ഫിസിക്കൽ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഒരിക്കലും അതിനെ മാറ്റാൻ പറ്റില്ല. പിന്നെ ഇനി അടുത്ത ഗ്ലൂക്കോസ് നമ്മളിപ്പോൾ വെള്ളത്തിൽ കലക്കി കുടിക്കുക അല്ലേ, എനർജിക്ക് വേണ്ടിയിട്ട്. അത് നമുക്ക് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. അത് വെള്ളത്തിൽ അലിഞ്ഞങ്ങ് പോവുക അല്ല, അത് മിക്സ് ആയിപ്പോയി. പിന്നെ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്. അടുത്തത് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് അല്ലേ. ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആർ മിക്സഡ് ആൻഡ് സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ സെപ്പറേഷൻ അല്ലേ. നമുക്കത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിന് നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലുള്ള സബ്സ്റ്റൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്ത് പറ്റും അല്ലേ. ഫിസിക്കൽ സെപ്പറേഷൻ അവിടെ സാധിക്കും. അതിനെന്തൊക്കെയാണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്? സാൻഡ് അല്ലേ. സാൻഡ് നമ്മൾ വാട്ടറിൽ ആഡ് ചെയ്യുന്നു. അടുത്തതോ അടുത്തത് സാൻഡ്, പിന്നെ സാൻഡ് ഉണ്ട്, പിന്നെ നമ്മൾ സ്റ്റോൺ വാട്ടറിൽ ആഡ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്താൽ പറ്റും. കുറച്ച് കല്ലെടുത്ത് വെള്ളത്തിൽ ഇട്ടു, അത് നമുക്ക് അതെടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ഫിസിക്കൽ സെപ്പറേഷൻ സാധിക്കും. പിന്നെ കല്ലും വെള്ളവും സെപ്പറേറ്റ് ആക്കാൻ പറ്റും അല്ലേ. അങ്ങനെ സെപ്പറേഷൻ നടക്കുന്നതാണ് നമ്മൾ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നമ്മൾ പഠിച്ചത്? നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചു അല്ലേ. നമ്മൾ നെക്സ്റ്റ് അത് കഴിഞ്ഞ് പഠിച്ചത് പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസിൽ എന്തൊക്കെയാണുള്ളത്? 2 ടൈപ്പാണുള്ളത് അല്ലേ. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു, കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ അകത്ത് പഠിച്ചത്? നമുക്കൊരു മാറ്ററിനെ ഒബ്സേർവ് ചെയ്യാൻ പറ്റും. ഒബ്സേർവ് ചെയ്യുന്ന എങ്ങനെയാണ്? വിത്തൗട്ട് ചേഞ്ചിങ് ദ ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യാതെ തന്നെ നമ്മൾ ഒരു മാറ്ററിനെ ഒബ്സേർവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അല്ലേ. അത് കളർ ആയിക്കോട്ടെ, ടേസ്റ്റ്, അതിൻ്റെ ഓർഡർ എന്തോ ആയിക്കോട്ടെ അല്ലേ. നമുക്കതിനെ അതിൻ്റെ ആ ഐഡൻറ്റിറ്റി തന്നെ നമുക്കത് ഒബ്സേർവ് ചെയ്യാൻ പറ്റും അല്ലേ. കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മളതിനെ ഒബ്സേർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്ത് നമ്മളതിനെ ഒബ്സേർവ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നു? കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നു. അത് അസിഡിറ്റി, ബേസിസിറ്റി, അതൊക്കെയാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്ന എക്സാമ്പിൾസ് അല്ലേ. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസും പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിച്ച നമ്മൾ മെഷർമെൻറ്റ്സ് ആണ് പിന്നെ നമ്മൾ തുടങ്ങിയല്ലേ. നമ്മൾ മെഷർമെൻറ്റ്സ് ആണ് പഠിച്ചത്. അതിന് നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് സിസ്റ്റം ഉണ്ട്, മെട്രിക് സിസ്റ്റം ഉണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്യുന്നത് മെട്രിക് സിസ്റ്റം ആണ്. അതിന് നമ്മൾ റീസൺസും നമ്മൾ പറഞ്ഞു. മെട്രിക് സിസ്റ്റത്തിൽ ഡെസിമൽസ് ഇൻക്ലൂഡഡ് ആണ്. അത് നമ്മൾ പറഞ്ഞ ഡെസിമൽസ് ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞാൽ 2.50 അല്ലേ kg. അതുപോലെ തന്നെ 3.605
kg അല്ലെങ്കിൽ ഗ്രാമോ എന്തോ ആയിക്കോട്ടെ, ഡെസിമൽസ് ഇൻക്ലൂഡഡ് ആണ് മെട്രിക് സിസ്റ്റത്തിൽ. അത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്താന്ന് പറഞ്ഞു അല്ലേ? അതായത് SI യൂണിറ്റ്. നമ്മൾ പിന്നെ പറഞ്ഞ എന്താണ്? SI യൂണിറ്റ് നമ്മൾ പഠിച്ചു അല്ലേ? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ആ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിൽ എന്താണ്? 7 ബേസ് യൂണിറ്റ് ആണുള്ളത് അല്ലേ? 7 ബേസ് യൂണിറ്റ്. 7 ബേസ് യൂണിറ്റ് ആണുള്ളത്. അതെന്തൊക്കെയായിരുന്നു 7 ബേസ് യൂണിറ്റ്? 7 ബേസ് യൂണിറ്റ്സ്. ഈ 7 ബേസ് യൂണിറ്റ്സ് എന്തൊക്കെയായിരുന്നു? എന്തായിരുന്നു? ലെങ്ത് ഉണ്ട്, മാസ് ഉണ്ട്, ടെമ്പറേച്ചർ, പിന്നെന്താണ്? ടൈം ഉണ്ട്, പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്, പിന്നെന്തായിരുന്നു? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്, പിന്നെ ഇലക്ട്രിക് കറണ്ട് ഉണ്ട് അല്ലേ? ഇലക്ട്രിക് കറണ്ട്. പിന്നെ ലാസ്റ്റ് വൺ എന്തായിരുന്നു? ലൂമിനസ് ഇന്റൻസിറ്റി. അപ്പം ഈ 7 ബേസ് യൂണിറ്റ് അല്ലേ? 7 ബേസ് യൂണിറ്റ് ആയിരുന്നു ഇത്രയും. എന്താണ്? ലെങ്ത്, മാസ്, ടെമ്പറേച്ചർ, ടൈം ഉണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്, ഇലക്ട്രിക് കറണ്ട് ഉണ്ട്, ലൂമിനസ് ഇന്റൻസിറ്റി ഉണ്ടല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മുടെ 7 ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഈ 7 ബേസ് യൂണിറ്റിന്റെ SI യൂണിറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. എന്താണ്? ലെങ്ത് മീറ്റർ ആണ്, മാസ് കിലോഗ്രാം ആണ്, ടെമ്പറേച്ചർ എന്താണ്? കെൽവിൻ ആണ്, ടൈം എന്താണ്? സെക്കൻഡ് ആണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മോൾ ആണ്, ഇലക്ട്രിക് കറണ്ട് ആംപിയർ ആണ്, ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡിലയാണ് അല്ല? ഇത് എത്രയാണ് അതിന്റെ SI യൂണിറ്റ് അല്ലേ? ഈ 7 ബേസ് ക്വാണ്ടിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ മാസും അല്ല മീറ്ററും കിലോഗ്രാമും. ഇതൊക്കെ നമ്മൾ പറഞ്ഞ എന്താണ്? ഈ 7 ബേസ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്സുകളാണ്. അപ്പൊ നമുക്ക് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ കുറച്ച് പ്രിഫിക്സും നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് മെയിൻ ആയിട്ടെന്ന് പറയുന്നത് എങ്ങനെ ഈ 7 ബേസ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഈ 7 ബേസ് യൂണിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് വേറെയൊക്കെ മെഷർമെന്റ്സുകളുടെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അല്ലേ? ഇതിൻ്റെ അകത്ത് ഇപ്പം എല്ലാം വന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഇത് 7 എണ്ണേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. പക്ഷെ നമുക്ക് ഇത്ര അല്ലല്ലോ, ഇഷ്ടംപോലെ മെഷർമെന്റ്സ് ഉണ്ട് കണ്ടുപിടിക്കാൻ അല്ലേ? അപ്പൊ അതിനൊക്കെ എന്താണ് വേണ്ടത്? ഒരു യൂണിറ്റ് വേണം അല്ലേ? നമുക്കൊരു മെഷർമെന്റ് കണ്ടുപിടിക്കുമ്പോൾ അതിനെന്താണ്? ഒരു യൂണിറ്റ് വേണം. ആ യൂണിറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഈ 7 ബേസ് യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് അതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മുടെ അപ്പൊ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്? മാസ് ആൻഡ് വെയിറ്റ്. ഇനി ഇതിന്റെ യൂണിറ്റ് ആണ് നമ്മൾ ആ 7 ബേസ് യൂണിറ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് മാസ്? മാസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് മാറ്റർ present in it. മാറ്ററിന്റെ എമൗണ്ട് എത്രത്തോളം പ്രസന്റ് ആയിട്ടുണ്ട് അതാണ് നമ്മുടെ മാസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞാണ് നമ്മൾ തന്നെ എന്താണ്? ഒരു മാറ്റർ ആണ് അല്ലേ? നമ്മൾ പറഞ്ഞു നമ്മളൊരു മാറ്റർ ആണെന്ന്. അപ്പം നമ്മൾ തന്നെ മാറ്റർ ആകുമ്പം നമ്മളിൽ ഉള്ള മാറ്ററിന്റെ ആ ഒരു എമൗണ്ട് എത്രയാണ്? എത്രത്തോളം മാറ്റർ നമ്മളിലുണ്ട്? നമ്മുടെ സ്കിന്ന് മാറ്റർ ആണ്, നമ്മുടെ ഹെയർ മാറ്റർ ആണ്, നമ്മുടെ ബോൺസ് മാറ്റർ ആണ് അല്ലേ? നമ്മുടെ ഓർഗൻസ് മാറ്റർ ആണ്,
പിന്നെന്താണ് നമ്മുടെ സെൽസ്, നമ്മുടെ ബ്ലഡ് വെസൽസ്, പിന്നെ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ് മറ്റെന്തോ ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്? മാറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ടോട്ടൽ എമൗണ്ട്, ആ ടോട്ടൽ എമൗണ്ട് ആണ് എന്ത്? നമ്മുടെ മാസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി മാസ് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ് അല്ലേ? അപ്പോൾ എന്താണ് വെയിറ്റ് എന്ന് പറയുന്നത്? വെയിറ്റ് എന്താണ്? വെയിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി പ്ലസ് മാസ്. അപ്പോൾ വെയിറ്റ് എന്താണ്? ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി പ്ലസ് മാസ്. മാസ് പ്ലസ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. നമ്മളിപ്പോൾ എർത്തിലാണ് നിൽക്കുന്നത്, അപ്പം നമ്മളിൽ ആക്ട് ചെയ്യുന്ന ഏതാണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് അല്ലേ നമ്മളിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്ലസ് മാസ്, അതായത് നമ്മളിലെ ടോട്ടൽ എമൗണ്ട് ഓഫ് മാറ്റർ, അതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഈ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. പക്ഷെ വെയിറ്റ് ചേഞ്ച് ചെയ്യും അക്കോർഡിംഗ്ലി. എങ്ങനെ? നമ്മുടെ എർത്തിൽ നമുക്കൊരു വെയിറ്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ വേറൊരു പ്ലാനറ്റിൽ പോയി കഴിഞ്ഞാൽ, മാർസിൽ അങ്ങനെ വേറെ ഏതെങ്കിലുമൊക്കെ പ്ലാനറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വെയിറ്റ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? അപ്പം ചേഞ്ചസ് അക്കോർഡിംഗ്ലി അത് ചേഞ്ച് ചെയ്യും. പിന്നെന്താണ്? നമ്മൾ ഓൾറെഡി മാസ് നമ്മൾ 7 ബേസ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞാണല്ലേ. മാസിന്റെ യൂണിറ്റ് എന്താണ്? മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം ആണ് അല്ലേ? kg, കിലോഗ്രാം. എന്താണ്? കിലോഗ്രാം. അപ്പം SI യൂണിറ്റ് കിലോഗ്രാം ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? നമ്മൾ പിന്നെ വേറൊരു യൂണിറ്റ് കൂടെ പഠിക്കുന്നുണ്ട്. എന്ത്? ഗ്രാം അല്ലേ? ഗ്രാം. വേറൊരു യൂണിറ്റ് എന്താണ്? ഗ്രാം. അപ്പൊ എന്താണ് കിലോഗ്രാമും ഗ്രാമും തമ്മിലുള്ളൊരു കണക്ഷൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? എന്താണ്? ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാമാണ്? ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ് അല്ലേ? 1000 ഗ്രാം ആണ്. 1000 ഗ്രാം ആണ്. അല്ലേ? ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ് അല്ലേ? നമുക്ക് ഈ കൺവേർഷൻ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഇത് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. അപ്പം ഇനി നമുക്ക് അടുത്തത് എന്താണ്? അടുത്ത മെഷർമെന്റ് പഠിക്കാം നമുക്ക്. നമ്മുടെ സെക്കൻഡ് മെഷർമെന്റ് എന്ന് പറയുന്നത് വോളിയം ആണ്. സെക്കൻഡ് മെഷർമെന്റ് വോളിയം ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നോട്ട്സ് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. പറയുന്ന കൂട്ടത്തിൽ എഴുതാതെ പറയുമ്പോൾ പറയുന്നത് കേൾക്കുക. നിങ്ങൾക്കിപ്പോൾ വീഡിയോ പിന്നെ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സമയം കാണാൻ പറ്റും അല്ലേ? എന്നിട്ട് നിങ്ങൾ നോട്ട്സ് കൂടെ പ്രിപ്പയർ ചെയ്യുക. ഇനി നമ്മളെ നെക്സ്റ്റ് എന്താണ്? സെക്കൻഡ് എന്താണ്? വോളിയാണ്. വോളിയം നമ്മൾ വി വെച്ചിട്ടത് ഡിനോട്ട് ചെയ്യുന്നു അല്ലേ? വോളിയം വി. നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്. വോളിയം എന്ന് പറയുന്നത് നമ്മളെന്താ വോളിയത്തിന് പറയുന്നത്? നമ്മളൊരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുത്തു, അപ്പം അത് എത്രത്തോളം നിറഞ്ഞു, അത് എത്രത്തോളം ഒക്കുപ്പൈ ആയി വാട്ടർ ആ ബീക്കറിൽ, അതാണ് വോളിയം അല്ലേ? അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഇത്ര കുട്ടികളുണ്ട്, ഇത്ര സ്റ്റുഡൻസ് ഉണ്ട്, അതായിരിക്കും ആ ഒരു ക്ലാസ് റൂമിലെ വോളിയം എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ നേരത്തെ
10th നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു തിയറി കൺസെപ്റ്റ്. അപ്പോൾ വോളിയത്തിൽ നമ്മളിപ്പം ഞാനൊരു ക്യൂബ് കൺസിഡർ ചെയ്യാൻ നോക്ക്. ഞാനൊരു ക്യൂബ് കൺസിഡർ ചെയ്തു അല്ലേ, ഒരു ക്യൂബ് കൺസിഡർ ചെയ്തു. ഇതിലെന്താണ്, ഒരു ലെങ്ത് ഉണ്ട്, ഇതിന് ഒരു വിഡ്ത്ത് ഉണ്ട്, ഇതിന് ഒരു ഹൈറ്റ് ഉണ്ട് അല്ലേ, ഒരു ഹൈറ്റ് ഉണ്ട്, ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അപ്പൊ വോളിയം എന്താണ്? വോളിയം എന്ന് പറയുന്നത് എന്താണ്? വോളിയം V = ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ലെങ്തും വിഡ്ത്തും ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതെന്താണ്? ലെങ്ത് തന്നെയാണല്ലേ. ഇവിടുത്തെ ലെങ്ത് L, ഇവിടുത്തെ ലെങ്ത് വിഡ്ത്ത് ആയിട്ട് പറഞ്ഞു, ഇവിടുത്തെ ലെങ്ത് ഹൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലേ. ഇതെല്ലാം ലെങ്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ലെങ്തിനെ, ലെങ്ത് L എന്ന് പറയുന്ന നമ്മളൊരു 1 മീറ്റർ ആയിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡിക്ക് അറിയാം, നമ്മൾ 7 ബേസ് യൂണിറ്റ് പഠിച്ചതാണ്. ലെങ്തിന് മീറ്റർ ആണ് SI യൂണിറ്റ്. നമ്മൾ M വെച്ചിട്ടാണ് അതിൻ്റെ സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത്. ഞാനപ്പം ലെങ്ത് 1 മീറ്റർ ആയിട്ട് എടുത്തു. വിഡ്ത്ത് എത്ര ആയിട്ട് എടുത്തു? അതും ലെങ്ത് തന്നെയാണ്, അതും 1 ആയിട്ട് എടുത്തു. ഹൈറ്റും ലെങ്ത് തന്നെയാണ്, അതും 1 മീറ്റർ ആയിട്ട് എടുത്തു. അപ്പം ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ടേംസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം എന്താണ്? ലെങ്ത് 1 മീറ്റർ. അപ്പം 1 മീറ്റർ ഇൻറ്റു വിഡ്ത്ത് 1 മീറ്റർ ആണ്, ഇൻറ്റു ഹൈറ്റ് അതും 1 മീറ്റർ ആണ്. അപ്പം 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ എത്രയാണ്? 1 തന്നെയാണ്. 1 ഇൻറ്റു 1 ഇൻറ്റു 1 എത്ര? 1. അപ്പം ഈ മീറ്റർ അപ്പം എങ്ങനെയായിരിക്കും? ഈ മീറ്റർ, ഈ M എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു പവർ ഉണ്ടല്ലേ, 1. ഇവിടെയും പവർ ഉണ്ട് 1, ഇവിടെയും പവർ ഉണ്ട് 1. അപ്പം പവേഴ്സ് എന്താണ്? ആഡ് ചെയ്യാണ് അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ്റെ അകത്ത് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പം ഇവിടെ ഒരു 1 1 1 1 + 1 എത്രയാണ്? 3 ആണ് അല്ലേ. അപ്പം വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബാണ് അല്ലേ. വോളിയത്തിൻ്റേത് മീറ്റർ ക്യൂബാണ്. പക്ഷെ നമുക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്കത് നോക്കി, മീറ്ററിന് എന്താണ്? മീറ്റർ ഉണ്ട്, സെൻറ്റിമീറ്റർ ഉണ്ട്. നമുക്കിനി ഇതിൻ്റെ ഒരു കൺവേർഷൻ നമുക്ക് പഠിക്കാം. വോളിയത്തിൻ്റെ കൺവേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നമ്മൾ മീറ്റർ എന്ന് പറഞ്ഞു. മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ മീറ്ററിലും പറയും. നമ്മൾ വോളിയം എന്തിലാണ് നമ്മൾ പറയാറ്? ലിറ്ററിലും മില്ലി ലിറ്ററിലുമാണ് നമ്മൾ പറയാറ്. അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ml ആണ്? ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1000 ml ആണ് അല്ലേ. അങ്ങനെ വരുമ്പോൾ വേറൊരു കൺവേർഷൻ നമുക്ക് പറയാം. ഒരു ml എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ക്യൂബാണ്? 1 സെൻറ്റിമീറ്റർ ക്യൂബാണല്ലേ. ഒരു ml എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇത് ഓർത്ത് വെക്കുക, ഒരു ml 1 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പം 1000 ml എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കും? എത്രയാ? 1000 തന്നെ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് തന്നെയാണ് അല്ലേ. 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. നമുക്ക് വേണമെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബിനെ നമുക്ക് നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾ കാണും CC എന്ന് കാണും. ഈ CC എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റിമീറ്റർ ക്യൂബ് തന്നെയാണ് അല്ലേ. ഈ സംഭവം തന്നെയാണ് ഇത്. ഇതെന്താണ്? ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നാണ് അത് പറയുന്നത്. ഇത് സെൻറ്റിമീറ്റർ ക്യൂബ്, ഇത് ക്യൂബിക് സെൻറ്റിമീറ്ററും. അപ്പം തെറ്റിപ്പോകല്ല, രണ്ടും സെയിം തന്നെയാണ് കേട്ടല്ലോ.
അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, 1 ലിറ്റർ 1000 ml ആണ്, 1000 സെൻറ്റിമീറ്റർ ക്യൂബ് 1000 cc തന്നെയാണെന്ന് പറഞ്ഞു. അത് കൂടാതെ അത് ഓർത്ത് വെക്കുക, അത് തെറ്റിപ്പോയില്ല. പിന്നെ നമുക്കൊരു കൺവേർഷൻ കൂടെ വരുന്നത് 1000 ml എന്ന് പറയുന്നത് എത്രയാണ്? 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 ഡെസിമീറ്റർ ക്യൂബാണ്. അപ്പം ഇത്രയാണ് നമ്മൾ പഠിക്കേണ്ട കൺവേർഷൻ എന്ന് പറയുന്നത്. 1 ലിറ്റർ 1000 ml ആണ്, 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ് 1000 ml എന്ന് പറയുന്നത്. അപ്പം 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നതാണ് 1 ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. നമുക്കിനി ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സസൈസ് തരാം. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ നമുക്ക് മായ്ക്കാം. ഇത് എഴുതിയിട്ടാണ് നിങ്ങൾ കേട്ടല്ലോ. കൺവേർഷൻസ് പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ആവശ്യം വരും. അതിപ്പോൾ +1 അല്ല, ഇനി അങ്ങോട്ട് പോകുന്ന നിങ്ങളുടെ ഹയർ സ്റ്റഡീസിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഫസ്റ്റ് വണ് 1 ml എത്ര ലിറ്റർ ആണ്? ഒരു സെൻറ്റിമീറ്റർ ക്യൂബ് എത്ര ലിറ്റർ ആണ്? അടുത്തത് 1 ml എത്ര ഡെസിമീറ്റർ ക്യൂബാണ്? 1 ml അല്ല, സോറി, ഒരു സെൻറ്റിമീറ്റർ ക്യൂബ് എത്ര ഡെസിമീറ്റർ ക്യൂബാണ്? നിങ്ങളത് ചെയ്യാൻ പറ്റുമോ നോക്കി. 1 ml എന്ന് പറയുന്നത് എത്ര ലിറ്റർ ആണ്? നമ്മൾ പറഞ്ഞു 1 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ലിറ്റർ 1000 ml ആണല്ലേ. അപ്പം 1 ml എന്ന് പറയുന്നത് എത്ര ലിറ്റർ ആയിരിക്കും? 1 ml എന്ന് പറയുന്നത് എത്രയായിരിക്കും? എത്രയാണ്? 0.001 അല്ലേ. ഇതപ്പം എന്താണ്? ഡിനോമിനേറ്ററിൽ വരും. ഇത് മേളിലേക്ക് പോകുമ്പോൾ എന്താകുന്നത്? പോയിന്റ് ആയിട്ട് മാറും അല്ലേ. 0.001 ആയിരിക്കും 1 ml എന്ന് പറയുന്നത്. അപ്പം 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്ര ലിറ്റർ ആയിരിക്കും? എത്രയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. 1 ml എന്ന് പറയുന്നത് 0.001 ലിറ്റർ ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ എത്ര ലിറ്റർ ആയിരിക്കും? 1 ml എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ക്യൂബ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. 1 ml എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പം 1 ml എന്ന് പറയുന്നത് 0.001 ലിറ്റർ ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 0.001 ലിറ്റർ ആണ് അല്ലേ. 0.01 ലിറ്റർ ആണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് അടുത്തത് 1 ml എന്ന് പറയുന്നത് എത്ര ഡെസിമീറ്റർ ക്യൂബ് ആയിരിക്കും? 1 ml എന്ന് പറയുന്നത് എത്ര ഡെസിമീറ്റർ ക്യൂബ് ആയിരിക്കും? എത്രയാ? നമ്മൾ ആ കൺവേർഷൻ നമ്മൾ പറഞ്ഞ എന്താണ്? 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 ഡെസിമീറ്റർ ക്യൂബാ അല്ലേ. 1 ഡെസിമീറ്റർ ക്യൂബാ. അപ്പം എങ്ങനെയാണ് വരുന്നത്? 1 ml എന്ന് പറയുന്നത് എത്രയാ വന്നത്? 1 ml എന്ന് പറയുന്നത് തന്നെയാണ് എന്താണ്? 1 സെൻറ്റിമീറ്റർ ക്യൂബ്. അത് നമുക്ക് എത്ര ലിറ്റർ ആണെന്ന് കിട്ടി? 0.001 ലിറ്റർ ആയിട്ട് കിട്ടി. അപ്പോൾ അത് ഡെസിമീറ്റർ ക്യൂബ് ആകുമ്പോൾ എത്രയായിരിക്കും? 0.001 തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ml എന്ന് പറയുന്നത് 0.001 ഡെസിമീറ്റർ ക്യൂബ് ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര ഡെസിമീറ്റർ ക്യൂബ് ആയിരിക്കും? 0.001 ഡെസിമീറ്റർ ക്യൂബ് ആയിരിക്കും. മനസ്സിലായ കൺവേർഷൻ എങ്ങനെയാന്ന്? അപ്പോൾ നിങ്ങൾ 3 എണ്ണം പറഞ്ഞു തന്നത് നിങ്ങൾ ആദ്യം അത് പഠിച്ചു വെക്കുക. എന്തായിരുന്നു? 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ml ആണ്. 1000 ml എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? 1000 സെൻറ്റിമീറ്റർ ക്യൂബ് തന്നെയാണ്.
1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ഡെസിമീറ്റർ ക്യൂബാണ്. അപ്പോൾ കൺവേർഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ഭയങ്കര ഈസിയർ ആയിരിക്കും. കൺവേർഷൻ നടത്തി നിങ്ങൾക്ക് പ്രോബ്ലംസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൻ്റെ നമുക്കിപ്പം ഇതുപോലെ നമ്മളിപ്പോൾ യൂണിറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു അല്ലേ? അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഇക്വേഷൻ വെച്ചിട്ട്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ആണ് അടുത്തത് നമ്മുടെ മെഷർമെന്റ്. തേർഡ് വൺ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി നമ്മൾ ഡെൻസിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ റോയാണ്. റോ വെച്ചിട്ടാണ് ഡെൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? എമൗണ്ട് ഓഫ് മാസ് പെർ യൂണിറ്റ് വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ല. അതായത് എന്താണ്? മാസ് ബൈ വോളിയം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് മാസ് per യൂണിറ്റ് വോളിയം അല്ലെങ്കിൽ മാസ് ബൈ വോളിയം ആണ് എന്ത്? ഡെൻസിറ്റി. റോ എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു. മാസിൻ്റെ SI യൂണിറ്റ് എന്താണ്? മാസ് കിലോഗ്രാം ആണ് അല്ലേ? വോളിയത്തിന് നമ്മൾ കഴിഞ്ഞ പഠിച്ചത് എന്താണ്? വോളിയത്തിന് നമ്മൾ യൂണിറ്റ് പഠിച്ചു. എന്തായിരുന്നു? മീറ്റർ ക്യൂബ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓർ കിലോഗ്രാം (10⁻³ ഈ ഡിനോമിനേറ്ററിലുള്ള മീറ്റർ ക്യൂബ് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ -3 ആവും അല്ലെ? നെഗറ്റീവ് ആകും. അത് പവർ നെഗറ്റീവ് ആകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അത് വെച്ചിട്ട് നമ്മൾ യൂണിറ്റ് കണ്ടുപിടിച്ചു. യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ (10⁻³ അല്ലേ? kg m⁻³ എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് ഗ്രാമിലും പറയാം. കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം അല്ലേ? ഗ്രാം m⁻³ എന്നും പറയാം ഗ്രാമിൽ. ചിലപ്പോൾ മാസ് കിലോഗ്രാമിലായിരിക്കും, ഗ്രാമിലായിരിക്കും അല്ലേ യൂണിറ്റ് ചിലപ്പോൾ തരുന്നത്. അല്ലെങ്കിൽ ഗ്രാമിലാണെങ്കിൽ ഇങ്ങനെ കിലോഗ്രാം ആക്കിയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് ചെയ്യുക. SI യൂണിറ്റ് കിലോഗ്രാം അല്ലേ? അപ്പം അതിൽ ചെയ്യുക. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതിൽ നമുക്ക് ചെയ്യാം. അതാണ് അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് നാലാമത്തെ എന്ന് പറയുന്നത് മെഷർമെന്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. നമ്മൾ ഓൾറെഡി അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ പഠിച്ചതാണ് അല്ലേ? 7 ബേസ് യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ് കെൽവിന്. നമ്മൾ ടെമ്പറേച്ചറിന് 3 സ്കെയിലാണുള്ളത്. ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ 3 സ്കെയിലാണുള്ളത്. ടെമ്പറേച്ചർ 3 സ്കെയിലാണുള്ളത് മെഷർ ചെയ്യാൻ. എന്തൊക്കെയാണ്? ഒന്ന് കെൽവിൻ അല്ലേ? കെൽവിന്. സെക്കൻഡ് വണ് ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ഡിഗ്രി സെൽഷ്യസ്. അടുത്തത് എന്താണ്? ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പം ഈ 3 സ്കെയിലാണുള്ളത് നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളതിൻ്റെ സ്റ്റാൻഡേർഡ് SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ്. അപ്പോൾ നമ്മൾ ഇത്രയും മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ. അപ്പം നമ്മൾ ഇത്രയും നാൾ നമ്മൾ +1 നമ്മുടെ ചാപ്റ്റർ പഠിച്ച അത്രയും നമ്മൾ ഇന്ന് റിവൈസ് ചെയ്തു അല്ലേ? നിങ്ങൾക്കപ്പോൾ ഇത്രയും നാൾ പഠിച്ചതെല്ലാം ഒന്ന് ഓടിച്ച് നമുക്കെല്ലാം ഒന്ന് മനസ്സിലായി എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്നുള്ളത്. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെഷർമെൻറ്റ്സ് ആണ്. അത് നിങ്ങൾക്ക് ഇപ്പം +1 മാത്രമല്ല, ഇപ്പോൾ +2 ആയിക്കോട്ടെ, നിങ്ങൾ അടുത്ത ഡിഗ്രി ലെവലിൽ എന്താണ് പഠിക്കുന്നത്?
അല്ല എഞ്ചിനീയറിങ്ങിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് പ്രോബ്ലമാറ്റിക് സബ്ജക്ട്സ് ഉണ്ട്. അത് മാത്സ് ആയിക്കോട്ടെ, മെക്കാനിക്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, അല്ലേ, പല സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പം അതിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കൺവേർഷൻസ് എന്ന് പറയുന്നത്. അതിപ്പം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് കെമിസ്ട്രി മാത്രമല്ല ഫിസിക്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അല്ലേ. എന്താണ് മാസ് ആയിക്കോട്ടെ, വോളിയം ആയിക്കോട്ടെ, വെയിറ്റ് ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഇതൊക്കെ ഫിസിക്സിലും ഒക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്, അല്ലേ. ഇപ്പം ഈ പഠിക്കുന്ന കെമിസ്ട്രി പഠിക്കുന്ന കാര്യങ്ങൾ പോലും കെമിസ്ട്രി മാത്രമല്ല ഫിസിക്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്നതാണ്, അല്ലെങ്കിൽ 10th നിങ്ങൾ പഠിച്ചതായിട്ടുള്ളതാണിത്. അപ്പോൾ ഒട്ടും പാടായിട്ടുള്ളതല്ല, അല്ലേ. നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്, ഇനി അങ്ങോട്ടുള്ള ലൈഫിലും വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടല്ലാത്ത കാര്യങ്ങളാണ്, അല്ല യൂസ്ഫുൾ ആണ് എല്ലാം. നമ്മുടെ ലൈഫിലെല്ലാം യൂസ്ഫുൾ ആണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അത് എവിടേക്ക് യൂസ്ഫുൾ ആകണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം, അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാമല്ലോ, ഒന്നും മറന്നു പോകത്തില്ലല്ലോ. പക്ഷെ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ കേട്ടിരുന്നോണ്ട് മാത്രം ആകില്ല. നമ്മൾ കേട്ടിരിക്കുമ്പോൾ അപ്പോഴത്തേക്ക് നിങ്ങളുടെ മൈൻഡിൽ അതൊക്കെ പതിയും. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാലോ, നിങ്ങളോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കും. നിങ്ങൾക്ക് നമ്മളത് മറന്നു, അതാരെയും കുറ്റമല്ല. നമ്മളൊരു കാര്യം പഠിക്കുമ്പം നമ്മളത് കേട്ട് മാത്രമല്ല, ഒരു കാര്യം നമ്മുടെ മെമ്മറിയിൽ ഇരിക്കണമെങ്കിൽ നമ്മളതും വായിച്ച് പഠിക്കണം. വായിച്ച് പഠിക്കണം, അത് നമ്മൾ എഴുതി പഠിക്കണം. നമ്മൾ വായിച്ചും പഠിക്കണം, എഴുതിയും പഠിക്കണം. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കാണാതെ പറഞ്ഞു നോക്കുക, അതുപോലെ തന്നെ എഴുതിയും കൂടെ നോക്കണം. എഴുതിയാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആവും, നമുക്കത് നമ്മുടെ മെമ്മറിയിൽ അത് പതിയത്തുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ നോട്ട്സ് എന്തായാലും പ്രിപ്പയർ ചെയ്യണം. നിങ്ങളൊരു നോട്ട്ബുക്ക് കെമിസ്ട്രിക്ക് എടുക്കുക, ചാപ്റ്റർ വൈസായിട്ട് നിങ്ങൾ എഴുതി പോവുക. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരുപാടൊന്നും ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ യാതൊരു മടിയും വിചാരിക്കാതെ നോട്ട്സ് എഴുതിയെടുക്കുക. നോട്ട്സ് ഓൾറെഡി പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ബോർഡ് എഴുതിയിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബുക്കിൽ അപ്പം തന്നെ എഴുതിയിടാം, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, അല്ലേ. ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയാകുമ്പോഴത്തേക്കും ഈ വീഡിയോസ് എടുത്ത് കാണുന്നതിലും നല്ലത് നിങ്ങൾക്ക് നോട്ട്സ് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. അത്രയും കൂടെ ടൈം നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ മൊബൈലിലെ ചാർജും തീരത്തില്ല, നിങ്ങളുടെ ഡേറ്റയും നിങ്ങൾക്ക് ലാഭിക്കാം. നോട്ട്സ് അതുകൊണ്ട് എന്തായാലും നിങ്ങൾ എഴുതുക. സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങളത് താഴെ കമൻറ്റിൽ ചോദിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം അടുത്ത ക്ലാസ് തീർക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിക്കുക. എല്ലാവരും വീട്ടിൽ, ക്ലാസ് ഒന്നും ഇല്ല, ഇപ്പം കൊറോണ ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ്, ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ വീഡിയോസും കൂടെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ കുറച്ചുകൂടെ അറിവുകൾ കിട്ടും, നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ അറിവുകൾ കിട്ടും. ഇപ്പോൾ ഒരാൾ പറയുന്നതായിരിക്കില്ല മറ്റൊരാളും പഠിപ്പിക്കുമ്പോൾ പറയുന്നത്. ചിലപ്പം കുറച്ചുകൂടെ ഇൻഫർമേഷൻസ് കൂടുതലായിരിക്കും ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടുക. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വീഡിയോസ് കാണുക, ക്ലാസ്സസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക, നോട്ട്സും പ്രിപ്പയർ ചെയ്യുക. കാരണം ഇപ്പം നമ്മൾ സ്കൂളിലൊന്നും പോവുകയും വേറെ നമുക്ക് റെഫർ ചെയ്യാനൊന്നും ഇല്ല. ചിലപ്പോൾ ചിലറിൽ ടെക്സ്റ്റ് ബുക്ക് പോലും ചിലപ്പോൾ കാണത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ നോട്ട്സൊക്കെ വെച്ചിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ ഇതൊക്കെ എഴുതി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിപ്പോൾ +1 മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ +2 കയറുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ എടുത്ത് റെഫർ ചെയ്യാവുന്നതാണ്, അല്ലേ. അതുകൊണ്ട് എല്ലാവരും നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ടൈം ടേബിൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. വേറെ സബ്ജക്ട്സ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും, അല്ലേ. നിങ്ങൾക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല, ആകെ പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുക. +1 ഉണ്ട്, +2 ഉണ്ട്, അതുകൊണ്ട് ഫോക്കസ് ചെയ്യുക, അല്ലേ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.